In last class, we discussed the scope of physics. Physics are different branches, that is classical physics and modern physics. അതിലെയും sub branches നമ്മൾ കണ്ടു. Now we are discussing physics, technology and society. Physics and technology are closely related. Both physics and technology are for the betterment of society. സൊസൈറ്റിയുടെ ബെറ്റർമെന്റ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയാണ് എന്നും ഫിസിക്സും ടെക്നോളജിയും നിലകൊണ്ടിട്ടുള്ളത്. ഫിസിക്സിലെ ഒരു ഏർലി ഹിസ്റ്ററി പരിശോധിച്ചാൽ പലപ്പോഴും ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് ഒരു ഫിസിക്സിലെ ഒരു പുതിയ ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമായിട്ടുണ്ട്. ദാറ്റ് ഈസ് ടെക്നോളജി ഗീവ്സ് റൈസ് ടു എ ന്യൂ ഫിസിക്സ്. ടെക്നോളജിയിൽ നിന്നും ഫിസിക്സിലെ ഒരു പുതിയ ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, to understand and improve the working of heat engine. ഹീറ്റ് എഞ്ചിൻ എന്നത് ഒരു ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ഹീറ്റ് എഞ്ചിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇൻഡസ്ട്രീസ് കൂടുതൽ ഇഫക്റ്റീവ് ആവണമെങ്കിൽ ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി കൂട്ടണം. അങ്ങനെ ഹീറ്റ് എഞ്ചിന്റെ വർക്കിംഗ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നടത്തിയ സ്റ്റഡീസ്, അതിനെ ബേസ് ചെയ്ത് നടത്തിയ ആ ടെക്നോളജിയിൽ ഉണ്ടായ ആ ഒരു ഡെവലപ്മെന്റ് ആണ് പിന്നീട് തെർമോഡൈനാമിക്സ് എന്നുള്ള ഒരു ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമായത്. അപ്പോൾ ഹീറ്റ് എഞ്ചിന്റെ വർക്കിംഗ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടെക്നോളജിയിൽ നിന്ന് തെർമോഡൈനാമിക്സ് എന്നുള്ള ഒരു പുതിയ ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്തു. ആൻഡ് ലേറ്റർ ദിസ് ലെഡ് ടു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് ഇൻ 18th century. അപ്പോൾ ടെക്നോളജി വികസിപ്പിച്ച് ടെക്നോളജിയിൽ നിന്നും ഒരു പുതിയ ഫിസിക്സിലെ ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്തു. അതിലൂടെ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തന്നെ സാധ്യമായി. അപ്പോൾ സൊസൈറ്റിയുടെ ഇംപ്രൂവ്മെന്റിന് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്നത് അത്രയും ആവശ്യമാണ്. അങ്ങനെ ഫിസിക്സിലൂടെയും ടെക്നോളജിയിലൂടെയും സൊസൈറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. ഇനി നേരെ മറിച്ച് ഇവിടെ ടെക്നോളജി ഗീവ്സ് റൈസ് ടു എ ന്യൂ ഫിസിക്സ് ആണ്. അതുപോലെ തിരിച്ചും ഫിസിക്സിലെ ഒരു പുതിയ ഇൻവെൻഷനിൽ നിന്നും ഒരു പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കുന്നതായും കാണാം. ദാറ്റ് ഈസ് ഫിസിക്സ് ജനറേറ്റ്സ് എ ന്യൂ ടെക്നോളജി. ഹിയർ ടെക്നോളജി ഗീവ്സ് റൈസ് ടു എ ന്യൂ ഫിസിക്സ് ആയിരുന്നു, ഒരു ന്യൂ ബ്രാഞ്ച് ആയിരുന്നു. അത് നേരെ മറിച്ച് ഫിസിക്സ് ജനറേറ്റ്സ് എ ന്യൂ ടെക്നോളജി. ഫോർ എക്സാമ്പിൾ, ദ ഡിസ്കവറി ഓഫ് ദ ബേസിക് ലോസ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. ഇലക്ട്രിസിറ്റിയിലെയും മാഗ്നറ്റിസത്തിലെയും ബേസിക് ലോസ് ഡിസ്കവർ ചെയ്തു. അങ്ങനെ അതിൽ നിന്നും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എല്ലാം ഡെവലപ്പ് ചെയ്തു. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സാധ്യമായത്. അപ്പം 19th centuryയിൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു റെവല്യൂഷൻ തന്നെ ഉണ്ടാക്കുന്നതിന് അത് കാരണമായി. വയർലെസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു പുതിയ സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്തെടുത്തു. ആ ഒരു പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് ഈ ഒരു ഇൻവെൻഷനിൽ നിന്നാണ്. അപ്പോൾ ഫിസിക്സിലെ ഒരു ഇൻവെൻഷൻ, അതായത് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ആ ഒരു ഇൻവെൻഷനിൽ നിന്നാണ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് അത്യാവശ്യമായ ഒരു ഘടകമാണ്. സോ ഇറ്റ് ഓൾസോ ലെഡ് ടു ദ ബെറ്റർമെന്റ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ദ സൊസൈറ്റി. വേറൊരു എക്സാമ്പിൾ നോക്കാം. ന്യൂട്രോൺ ഇൻഡ്യൂസ്ഡ് ഫിഷൻ ഓഫ് യുറേനിയം. ഒരു യുറേനിയം ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ബോംബാർഡ് ചെയ്ത് അതിൽ നിന്നും എനർജി റിലീസ് ചെയ്യാം. ആ എനർജി, ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻവെൻഷനിൽ നിന്നാണ് പുതിയ ഒരു ടെക്നോളജി, ദാറ്റ് ഈസ് ന്യൂക്ലിയർ പവർ റിയാക്ടേഴ്സ് ആൻഡ് ന്യൂക്ലിയർ വെപ്പൺസ്. അപ്പോൾ ന്യൂക്ലിയർ പവർ റിയാക്ടേഴ്സും എല്ലാം ലാർജ് എമൗണ്ട് ഓഫ് എനർജി ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പുതിയ ടെക്നോളജിയിലേക്ക് ലീഡ് ചെയ്തത് ഈ ന്യൂട്രോൺ ഇൻഡ്യൂസ്ഡ് ഫിഷൻ ഓഫ് യുറേനിയം, ആ ഒരു ഫിസിക്സിലെ ആ ഒരു ഇൻവെൻഷൻ ആണ്. അതും പുതിയ ഒരു സാങ്കേതിക വിദ്യ ഒരു സൊസൈറ്റിയുടെ ഒരു ബെറ്റർമെന്റിന് കാരണമായി. നെക്സ്റ്റ്, ദ സിലിക്കൺ ചിപ്പ്. ദ ഇൻവെൻഷൻ ഓഫ് സിലിക്കൺ ചിപ്പ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടേണിംഗ് പോയിന്റ് ഇൻ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് സൊസൈറ്റി. സിലിക്കൺ ചിപ്പ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ദ കമ്പ്യൂട്ടർ റെവല്യൂഷൻ ഇൻ ദ ലാസ്റ്റ് 3 decades ഓഫ് 20th century. ഒരു കമ്പ്യൂട്ടർ റെവല്യൂഷന് തന്നെ അത് കാരണമായി. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ മോഡേൺ ഡിജിറ്റൽ ഡിവൈസസിലെല്ലാം സിലിക്കൺ ചിപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെൻഷൻ ആയിരുന്നു. അതിൽ നിന്നും ഒരു പുതിയ ടെക്നോളജി, കമ്പ്യൂട്ടർ ടെക്നോളജി തന്നെ ഡെവലപ്പ് ചെയ്ത് എടുത്തു. അപ്പോൾ ഇവിടെ നോക്കിയാൽ എപ്പോഴും ഫിസിക്സ് ആൻഡ് ടെക്നോളജി രണ്ടും സൊസൈറ്റിയുടെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ടാണ് നിലകൊണ്ടിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും നമുക്കറിയാം
ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് അതിൻ്റെ ബേസിലാണ് ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അതിൽ നിന്നാണ് പിന്നീട് ന്യൂക്ലിയർ ഫിഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ആറ്റം ബോംബ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് പതിച്ചതിന് ശേഷമുണ്ടായ നാശനഷ്ടങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും സൊസൈറ്റിയുടെ ബെറ്റർമെന്റിന് വേണ്ടിയാണ് ഫിസിക്സ് നിലകൊണ്ടതെങ്കിലും പലപ്പോഴും അതിൽ നിന്ന് ബാഡ് എഫക്ട്സും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ ഫീൽഡിലായാലും ധാരാളം അതിൻ്റെ ഗുഡ് ഇഫക്ട്സ് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഒപ്പം തന്നെ അതിന് ചില ദോഷവശങ്ങളും ഉണ്ട്. Now we are discussing a very important topic of this chapter, that is fundamental forces in nature. There are 4 fundamental forces. They are gravitational force, electromagnetic force, strong nuclear force, and weak nuclear force. These forces are called fundamental forces because any force known in nature comes under these forces. ഈ 4 ഫോഴ്സിന്റെയും ബേസിൽ നമുക്ക് പ്രകൃതിയിൽ അറിയപ്പെടുന്ന മറ്റേതൊരു ഫോഴ്സിനെയും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. So these are called fundamental forces. First one is gravitational force. This gravitational force acts between any two objects in universe. യൂണിവേഴ്സിലുള്ള മാസ് ഉള്ള ഏത് 2 ഒബ്ജക്ട്സിനും ഇടയിലും ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. എപ്പോഴും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. വളരെ ലോങ് റേഞ്ചിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ്. എർത്തിനും സണ്ണിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് വെരി ലാർജ് ഡിസ്റ്റൻസ് ആണ്. ആ ഒരു അത്രയും ലാർജ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിലും ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ വെരി ലോങ് റേഞ്ച് ഫോഴ്സ്. അതിന്റെ റേഞ്ച് ഇൻഫിനിറ്റി എന്നാണ് നമ്മൾ പറയുക. Now this gravitational force is the weakest force in nature. ഇപ്പോൾ പ്രകൃതിയിൽ കാണുന്ന ഫോഴ്സസിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ഫോഴ്സ്, ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് മാത്തമാറ്റിക്കൽ ഫോർമുല ഐസക് ന്യൂട്ടൺ ആണ് ഫോർമുലേറ്റ് ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ F is equal to G m1 m2 by r square. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ഫോഴ്സ് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എക്സിസ്റ്റ് ബിറ്റ്വീൻ 2 ചാർജ്ഡ് ബോഡീസ്. ചാർജ് ഉള്ള 2 വസ്തുക്കൾക്കിടയിലാണ്, ചാർജ്ഡ് ബോഡീസിനിടയിലാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. 2 നെഗറ്റീവ് ചാർജസ് ആണെങ്കിൽ ദാറ്റ് ഫോഴ്സ് വിൽ ബി റിപ്പൽസീവ്. 2 പോസിറ്റീവ് ചാർജസും റിപ്പൽ ചെയ്യും. One positive and negative charge, they attract each other. അപ്പോൾ സിമിലർ ചാർജസ് ആണെങ്കിൽ there will be repulsion. ഓപ്പോസിറ്റ് ടൈപ്പ് ചാർജസ് ആണെങ്കിൽ they attract each other. ഒരു ചാർജിൽ, ഒരു ഇലക്ട്രിക് ചാർജിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. ഈ ചാർജ് തന്നെ മൂവ് ചെയ്യുമ്പോൾ ഇറ്റ് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഒരു മാഗ്നറ്റിക് ഫോഴ്സും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഒരു മൂവിങ് ചാർജ് എന്ന് വിളിക്കുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ഫോഴ്സും ഉണ്ട്, ഒരു മാഗ്നറ്റിക് ഫോഴ്സും ഉണ്ട്. ഈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ് cannot be separated, so they are together called electromagnetic force. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഒരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. വളരെ ലാർജ് ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ദിസ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്. Now the next one is strong nuclear force. Strong nuclear force acts between nucleons. ഒരു ആറ്റത്തിന്റെ സെന്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിൾസ് ആണ് ന്യൂക്ലിയോൺസ്, അതായത് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഒരു ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ബൈൻഡ് ചെയ്യുന്ന ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ന്യൂക്ലിയസിനകത്തെ പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജസ് ആണെന്ന് അറിയാം. അപ്പോൾ 2 പോസിറ്റീവ് ചാർജസിന് ഇടയിൽ റിപ്പൽഷൻ ഉണ്ടായിരിക്കും. 2 പോസിറ്റീവ് ചാർജസ് ആണെങ്കിൽ അതിനിടയിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഉണ്ട്. ആ റിപ്പൽഷനെ ഓവർകം ചെയ്യുന്ന വിധത്തിൽ അതിനേക്കാളും ശക്തമായിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് ആ ന്യൂട്രോൺസ്, പ്രോട്ടോൺസ് റിപ്പൽ ചെയ്ത് പോകാതെ അവരെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. ഇപ്പോൾ പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ദി സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇനി അതിന്റെ റേഞ്ച് വളരെ സ്മോൾ റേഞ്ച് ആണ്. കാരണം ഒരു
ന്യൂക്ലിയസിന് അകത്ത് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ്. ഒരു ന്യൂക്ലിയർ ഡയാമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻⁻15 മീറ്റർ ആണ്. ആ ന്യൂക്ലിയസിനകത്ത് ആ ഒരു റേഞ്ച് 10⁻⁻15 മീറ്റർ എന്നുള്ള ആ ഒരു റേഞ്ചിനകത്ത് മാത്രമാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. Now next force is weak nuclear force. Weak nuclear force അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫോഴ്സ് അല്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുമില്ല. ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഡിസിൻറ്റിഗ്രേഷൻ, റേഡിയോ ആക്റ്റീവ് ഡീകെ, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഒരു ബീറ്റ പാർട്ടിക്കിളെ എമിറ്റ് ചെയ്യുന്ന സമയത്ത്, ബീറ്റ എമിഷൻ, ന്യൂക്ലിയസിനകത്തെ ന്യൂട്രോൺസിൽ നിന്നും ഒരു ഇലക്ട്രോൺ എമിറ്റ് ചെയ്തു പോവാണ്. ഒരു ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ആ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അട്രാക്റ്റീവ് എന്നോ റിപ്പൾസീവ് എന്നോ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. ആ ബീറ്റ എമിഷൻ നടക്കുന്ന സമയത്ത് there exists a force which is called weak nuclear force. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നുണ്ടെങ്കിലും it is not the weakest force. വീക്കസ്റ്റ് ഫോഴ്സ് എന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇറ്റ് ഈസ് നോട്ട് ദ വീക്കസ്റ്റ് ഫോഴ്സ്. അപ്പോൾ ഈ നാല് ഫോഴ്സസ് ആണ് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ഫോഴ്സസിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. It is a force of mutual attraction between any two objects by virtue of their masses. അപ്പോൾ മാസ് ഉള്ള ഏത് രണ്ട് ഒബ്ജക്ട്സിനും ഇടയിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓപ്പറേറ്റ്സ് among all objects in nature. ഇപ്പൊ നേച്ചറിലെ ഏത് രണ്ട് ഒബ്ജക്ട്സിനും ഇടയിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. റേഞ്ച്, ലോങ് റേഞ്ച് ഫോഴ്സ്, വളരെ ലാർജ് ഡിസ്റ്റൻസിലും ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണിത്. സണ്ണിനും എർത്തിനും ഇടയിൽ വളരെ ലാർജ് ഡിസ്റ്റൻസ് ആണ്. ആ ഒരു ലാർജ് ഡിസ്റ്റൻസിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ റേഞ്ച് ഇൻഫിനിറ്റി എന്ന് നമുക്ക് പറയാം. ദെൻ നേച്ചർ, ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. രണ്ട് ഒബ്ജക്ട്സിന് ഇടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും അട്രാക്റ്റീവ് ആണ്. ഇറ്റ് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. അപ്പൊ നേച്ചറിൽ കാണുന്ന ഫോഴ്സസിലെ ഏറ്റവും വീക്കസ്റ്റ്, ഏറ്റവും ശക്തി കുറഞ്ഞ ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. Now the second one, weak nuclear force. The weak nuclear force appears only in certain nuclear processes such as the beta decay of a nucleus. ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് ഓപ്പറേറ്റ്സ് among some elementary particles, particularly electron and neutrino. അപ്പോൾ ബീറ്റ എമിഷൻ നടക്കുന്ന സമയത്ത്, ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അതൊരു ഇലക്ട്രോൺ, ഒരു ന്യൂക്ലിയസിനകത്തെ ന്യൂട്രോണിൽ നിന്നാണ് ഒരു ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനോടൊപ്പം എമിറ്റ് ചെയ്യുന്ന ഒരു എലിമെന്ററി പാർട്ടിക്കിൾ ആണ് ന്യൂട്രിനോ. ഈ ഒരു എമിഷൻ നടക്കുന്ന സമയത്താണ് ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നത്. വെരി ഷോർട്ട് റേഞ്ച്, അതിന്റെ റേഞ്ച് വളരെ ഷോർട്ട് ആണ്. സബ് ന്യൂക്ലിയർ സൈസ് ആണ്. ന്യൂക്ലിയസിന്റെ സൈസ് എന്നത് 10⁻⁻15 മീറ്റർ ആണ്. ആ ന്യൂക്ലിയസിനകത്തുള്ള ഒരു ന്യൂട്രോൺ, ആ ന്യൂട്രോണും പ്രോട്ടോണും അതിനിടയിലാണ് ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ന്യൂക്ലിയസിന്റെ സൈസിനേക്കാളും സ്മോൾ ആയിട്ടുള്ള ഒരു റേഞ്ചിനകത്ത് മാത്രമേ സബ് ന്യൂക്ലിയർ സൈസ്, ദാറ്റ് ഈസ് 10⁻⁻16 മീറ്റർ ഒരു ഡിസ്റ്റൻസിൽ മാത്രമേ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ നാല് ഫോഴ്സുകളിലും ഏറ്റവും ഷോർട്ടസ്റ്റ് റേഞ്ചിൽ ആക്ട് ചെയ്യുന്ന, ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസിൽ മാത്രം ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇറ്റ് ഈസ് നോട്ട് അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. ഈ ഒരു ബീറ്റ ഡീകെ നടക്കുന്ന സമയത്ത് ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് വി കനോട്ട് സേ ഇറ്റ് ഈസ് ഐദർ അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. ദെൻ അതിന്റെ സ്ട്രെങ്ത്, ഇറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. എന്നാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനേക്കാളും സ്ട്രെങ്ത് കുറവുള്ള ഒരു ഫോഴ്സ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ് ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിന്റെ സ്ട്രെങ്ത് വരുന്നത്. Then electromagnetic force. Electromagnetic force is the force between charged particles. ചാർജ് ഉള്ള രണ്ട് പാർട്ടിക്കിൾസിന് ഇടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. നമ്മൾ നേരത്തെ കണ്ടു, സിമിലർ ചാർജസ് ആണെങ്കിൽ അത് റിപ്പൽ ചെയ്യും, ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും. ഇറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. അതിന്റെ റേഞ്ച് ഇൻഫിനിറ്റ് ആണ്, അതായത് വളരെ ലോങ് റേഞ്ചിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് തന്നെയാണിത്. അതുകൊണ്ട് അതിന്റെ റേഞ്ച് നമുക്ക് ഇൻഫിനിറ്റി എന്ന് വിളിക്കാം. ഡിസ്റ്റൻസ് കൂടുന്തോറും അതിന്റെ സ്ട്രെങ്ത് കുറയും, എങ്കിലും വളരെ ലാർജ് ഡിസ്റ്റൻസിലും അത് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി സിമിലർ ചാർജസ് റിപ്പൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. അപ്പോൾ ഇറ്റ് ക്യാൻ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്.
Then അതിന്റെ സ്ട്രെങ്ത് വരുന്നത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്. എന്നാൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനേക്കാളും സ്ട്രെങ്ത് കുറവുള്ള ഒരു ഫോഴ്സ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ അതിന്റെ സ്ട്രെങ്ത് ഇൻ ബിറ്റ്വീൻ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. Then strong nuclear force. The strong nuclear force binds protons and neutrons in a nucleus. ഒരു ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയോൺസ് എന്ന് പറയുമ്പോൾ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ബൈൻഡ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇറ്റ് ആക്ട്സ് അമംഗ് ന്യൂക്ലിയോൺസ്, ഹെവിയർ എലിമെന്ററി പാർട്ടിക്കിൾസ്. ന്യൂക്ലിയോൺസ് എന്ന് പറയുമ്പോൾ പ്രോട്ടോൺസും ന്യൂട്രോൺസും അതിന്റെ സബ് ന്യൂക്ലിയർ പാർട്ടിക്കിൾസിനും ഇടയിലൊക്കെ ആക്ട് ചെയ്യുന്ന ഈ ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ന്യൂക്ലിയസിനകത്ത് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആയതുകൊണ്ട് ന്യൂക്ലിയസിന്റെ ഒരു സൈസിൽ മാത്രമേ അതിന്റെ റേഞ്ച് ഉള്ളൂ. അപ്പോൾ ഒരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. 10⁻⁻15 മീറ്റർ ആണ് ന്യൂക്ലിയസിന്റെ സൈസ്. 10⁻⁻15 മീറ്റർ ആണ്. ആ ഒരു റേഞ്ചിൽ മാത്രമാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. Then nuclear force is always attractive. Strong nuclear force is always attractive. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ഉണ്ട് ന്യൂട്രോൺസും ഉണ്ട്. അപ്പോൾ അവിടെ രണ്ട് ന്യൂട്രോൺസിന് ഇടയിലുള്ള ഫോഴ്സ് ആയാലും രണ്ട് പ്രോട്ടോൺസിന് ഇടയിലായാലും ഒരു പ്രോട്ടോണിനും ഒരു ന്യൂട്രോണിനും ഇടയിലായാലും ആ ഫോഴ്സിന് ചേഞ്ച് വരുന്നില്ല. ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ഇവിടെ ന്യൂട്രോൺസ് ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾസ് ആണ്. പ്രോട്ടോൺസ് ആണെങ്കിൽ രണ്ടും പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ആണ്. അവയ്ക്കിടയിൽ ഒരു റിപ്പൽഷൻ ഉണ്ടാകാം. അതിനെയും ഓവർകം ചെയ്തുകൊണ്ടാണ് ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇനി ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ കോമ്പിനേഷൻ വരുമ്പോൾ ന്യൂട്രോൺ അൺചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്, പ്രോട്ടോൺ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ ഈ മൂന്ന് കേസിലായാലും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. വളരെ സ്ട്രോങ് ആയിട്ട് ചാർജിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദെൻ ഇറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. ഇപ്പൊ നേച്ചറിൽ കാണുന്ന ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. Now we discuss the relative strength. For relative strength, strong nuclear force ആണ് ഏറ്റവും strongest force. അതിന്റെ വാല്യൂ 1 എന്നെടുത്ത് അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് മറ്റ് ഫോഴ്സസിന്റെ സ്ട്രെങ്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് 1 ആണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഈസ് 10⁻². 10⁻² means 1/10⁻², that is 1/100. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെ ഓൺലി 1/100th മാത്രമേ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് വരുന്നുള്ളൂ. ദെൻ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൺലി 10⁻13, ദാറ്റ് ഈസ് 1/10⁻13. അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വീക്കായിട്ടുള്ള ഒരു ഫോഴ്സ് തന്നെയാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ദെൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരുന്നത് 10⁻39 ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് വെരി വെരി വീക്ക് ഫോഴ്സ്. 1/10⁻39. 10⁻39 എന്ന് പറഞ്ഞാൽ 1/10⁻39. That is, it is very weak force. It is the weakest force in nature. So, ഈ ഒരു ടേബിൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്നതാണ്. അപ്പോൾ ഈ 4 ഫോഴ്സസും അതിന്റെ പ്രോപ്പർട്ടീസും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിരിക്കണം. Now, here are some technologies and the scientific principles used behind that technology. The working of steam engine, it uses the laws of thermodynamics. Then radio and television communication, it uses generation, propagation and detection of electromagnetic waves. Nuclear reactors use controlled nuclear fission. Computers, digital logic. Rocket propulsion, Newton's laws of motion. According to Newton's third law, we can explain that. Electric generator, Faraday's laws of electromagnetic induction. Aeroplane, Bernoulli's principle in fluid dynamics. Optical fibers, total internal reflection of light. Electron microscope, wave nature of electrons. Photocell, photoelectric effect. Sonar, reflection of ultrasonic waves. Lasers, light amplification by stimulated emission of radiation. അപ്പോൾ ഇതാണ് പല ടെക്നോളജീസുമായി അസോസിയേറ്റ് ചെയ്യുന്ന സയന്റിഫിക് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഇതിൽ പല പ്രിൻസിപ്പിൾസും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയർ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിലെ ഓരോ പ്രിൻസിപ്പിളും എന്താണെന്ന് മാത്രം നിങ്ങളിപ്പോൾ അറിഞ്ഞു വെക്കുക. Now we will see some famous scientists, their major contribution and the country they lived. Archimedes, principle of buoyancy
and principle of lever, Galileo Galilei law of inertia, Isaac Newton, universal law of gravitation, laws of motion, and also he discovered reflecting telescope. Then Christian Huygens, wave theory of light. James Clerk Maxwell, electromagnetic theory, light and electromagnetic wave. Heinrich Rudolf Hertz, generation of electromagnetic wave. J.C. Bose, ultra-short radio waves. He was an Indian scientist. W.K. Rontgen, X-rays. J.J. Thomson, he discovered electron. Marie Sklodowska-Curie, discovery of radium and polonium. Then studies on natural radioactivity. Albert Einstein, explanation of photoelectric effect and theory of relativity. Ernest Rutherford, nuclear model of atom. Niels Bohr, quantum model of hydrogen atom. C.V. Raman, inelastic scattering of light by molecules. He is also an Indian scientist. Louis Victor de Broglie, wave nature of matter. M.N. Saha, thermal ionization. S.N. Bose, quantum statistics. M.N. Saha and S.N. Bose are also Indian scientists. James Chadwick, he discovered neutron. അപ്പോൾ ഈ സയൻറ്റിസ്റ്റും അവരുടെ ഡിസ്കവറീസും ഒന്ന് അറിഞ്ഞു വെക്കുക എല്ലാവരും.